ഒരുപാട് വരാൻ ആഗ്രഹിച്ച സ്ഥലമാണിത്. പോപ്പ് ഫ്രാൻസിസിനെ അടക്കിയ സ്ഥലം. മരിയ മജോറ ബസിലിക്ക, പോപ്പ് ഫ്രാൻസിസിനെ അടക്കിയ സ്ഥലം. ഞങ്ങള് ഇന്ന് രാവിലെ മരിയ ഗുരേത്തിയുടെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോവാണ്. ട്രെയിനെ കയറിയാണ് പോകുന്നത്. നെട്ടൂണോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മരിയ ഗുരേത്തിയുടെ പ്ലേസ്, വീട് അടക്കിയതും എല്ലാം ഉണ്ട് അവിടെ. ഇതിവിടുത്തെ തുസ്കൊളാനോ റെയിൽവേ സ്റ്റേഷൻ, റോമ ടെർമിനി എന്നാണ് പറയുന്നത്. റോമ ടെർമിനി, തുസ്കൊളാനോ റെയിൽവേ സ്റ്റേഷൻ ഒക്കെ നമ്മൾ പോകാൻ നിൽക്കുന്നു. മരിയ ഗുരേത്തിയുടെ ചർച്ചാണേ. നമ്മുടെ കുടുംബ കൂട്ടായ്മയുടെ പേരാണ് മരിയ ഗുരേത്തി. മരിയ ഗുരേത്തി ജീവിച്ച വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. പിള്ളേർ സ്കൂളിൽ പോകുന്നു, ഇവിടുത്തെ പിള്ളേർ. മരിയ ഗുരേത്തി മരിച്ച സ്ഥലത്തേക്ക് നമ്മൾ മരിച്ചെന്ന് വെച്ചാൽ ഹോസ്പിറ്റല്, വീട്ടിൽ കുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന സ്ഥലം. ഇവിടെ കിടന്നിട്ടാണോ മരിച്ചത്? അതിൻ്റെ അവിടെയും കടലാണിത്. അതെ, ക്ഷമയുടെ കൂടാരം എന്ന് പറയാം. അതായത് ഇവിടെ കിടന്നപ്പോഴാണല്ലോ മരിയ ഗുരേത്തി മരിക്കാനായിട്ട് കിടന്നപ്പോഴാണല്ലോ അലക്സാണ്ടറിനോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചത്. ഒരു ചർച്ചിലാണ്. പന്തക്കോസ്താടെ പിക്ചറാണ് കാണുന്നത്. എല്ലാ പള്ളികളിലും ഫോട്ടോസ് ഒന്നും അലൗഡ് അല്ലാത്തത് കൊണ്ടും സൈലൻസ് ആയതുകൊണ്ടും അവിടെ മാത്രമേ എടുക്കേണ്ടി വരുന്നത്. ഇത് രണ്ട് യോഹന്നാന്മാരുടെയും, സ്നാപക യോഹന്നാൻ്റെയും ഈശോയുടെ ശിഷ്യനായ യോഹന്നാൻ്റെയും നാമത്തിലുള്ള പള്ളിയാണ്. ഇത് സ്നാപക യോഹന്നാൻ്റെ ഒരു പിക്ചർ. അതെയല്ലേ, സ്വർണം കൊണ്ടൊക്കെ പണിതേക്കുന്നതൊക്കെയാണ് പറയുന്നത്. നമുക്കറിഞ്ഞൂടെ ഈശോയുടെ രൂപങ്ങളും അപ്പസ്തല ഈശോയുടെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ലിയോ 13 പാപ്പ. ഇപ്പം ഇത് സെൻറ്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയായിരുന്നു പണ്ടത്തെ വത്തിക്കാൻ ചർച്ചായിരുന്നു. ഇത് പണ്ടത്തെ വത്തിക്കാൻ. ഇപ്പോഴാണ് വത്തിക്കാൻ സ്ക്വയർ ആ സൈഡിലേക്ക് അവിടെ മാറിയത്. ഇപ്പം പണ്ട് ഇതായിരുന്നു. എല്ലാ അപ്പസ്തലന്മാരും ഉണ്ട്. Because he did a lot of work for charity. He's donated and the relic's here instead are up there. പാപ്പ ഏത് പാപ്പയെന്നൊരു വിശുദ്ധനായ പാപ്പയാണത്. സ്നാപകയോഹന്നാൻ. താഴെയുള്ള സ്റ്റെപ്പുകളാണ് അവർ വരുന്നത്. അതിങ്ങനെ നമ്മൾ കയറി വരുന്നതാണെന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്നത്തെ യാത്രകൾ അവസാനിപ്പിച്ച്
ബസ്സിലാണ്, തിരിച്ചു വരുവാണ്. പീലാത്തോസിന്റെ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈശോയെ വലിച്ചടിച്ച് കൊണ്ടുപോകുന്നുണ്ടല്ലോ, അത് ജെറുസലേമിൽ ആ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു അതേപടി കൊണ്ടുവന്ന് ഇവിടെ വെച്ചിരിക്കുന്നതാണ്. അവിടെ ഈശോയുടെ അവിടെ ചില സ്ഥലങ്ങളിലൊക്കെ ഈശോയുടെ തിരുരക്തം വീണതിൻ്റെ അടയാളങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പല അത്ഭുതങ്ങളും നടക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് സമ്മതിക്കാത്തത് കൊണ്ട് ഫോട്ടോ അന്നേരം എടുക്കാൻ പറ്റാതിരുന്നേ. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ചു. നമ്മുടെ കോൺഗ്രിഗേഷൻ, നമ്മുടെ റീജിയൻ, നമ്മുടെ ഫാമിലി, ഇടവക, പിന്നെ മരിയാലയമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ഉപകാരികളെയും പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന എല്ലാവരെയും നമ്മൾ പ്രത്യേകം അവിടെ സമർപ്പിച്ച് ഓരോ സ്റ്റെപ്പ് കയറിയപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കും.